ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹോം ഡയറീസ് വാഞ്ചലി. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമുക്കിന്ന് നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് പ്രോൺസ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നമ്മൾ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഒക്കെ ചെയ്യുന്ന പോലെ അത്രയും ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോൺസ് മാരിനേറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാമോളം പ്രോൺസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മസാലയൊക്കെ പുരട്ടി നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം അതിനായിട്ട് പ്രോൺസിലേക്ക് ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുക്ക്ഡ് പ്രോൺസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നീട് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ സാധാരണ മുളക് പൊടിയും ചേർക്കാം, അതും 1 ടീസ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഗരം മസാല 1 ടീസ്പൂൺ. ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഗരം മസാല റെസിപ്പി വേണമെങ്കിൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് പോയി നോക്കിയാൽ മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കാം. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് വയനാടൻ കീമ റൈസാണ് സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ റൈസിന് കുറച്ച് കൂടുതൽ നെയ്യൊക്കെ ആഡ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലൊരു സ്മെല്ല് വരും. സ്പൈസസിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാളയുടെ പകുതിയോളം മതിയാവും. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ആ അരി ഒരു 2-3 മിനിറ്റ് ആ സവാളയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആവണം. ഒന്ന് വഴറ്റി കഴിഞ്ഞ് 4 കപ്പ് തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക്. കറക്റ്റ് വെന്ത് പാകമായിട്ട് വന്നോളൂ. അപ്പം 4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. ആ അരിയിലേക്ക് ഉപ്പ് പിടിച്ചു കഴിയുമ്പോൾ പാകത്തിന് ഉപ്പായിക്കോളും. അത് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരണം. അത് കഴിഞ്ഞ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതേ കണ്ടോ, വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലിഡ് കൊണ്ട് അടച്ച് വെള്ളം വറ്റുന്നവരെ വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. പിന്നെ നമ്മൾ പ്രോൺസ് മസാല ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് എല്ലാം റെഡിയാക്കി വെക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും എടുത്ത് വെക്കുക. നമുക്ക് മസാല പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഒരു അടികട്ടിയുള്ള ഒരു വലിയ പാത്രം എടുത്ത് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരം ഡാൽഡയോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ നെയ്യാണ് ബിരിയാണിക്ക് ടേസ്റ്റിന് നല്ലത്. നെയ്യ് ചൂടായി വരുമ്പോൾ ഹോൾ സ്പൈസസ് ചേർക്കുന്നുണ്ട്. ഒരു 1 മിനിറ്റ് ഒന്ന് ആ നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു നല്ല മണമൊക്കെ വന്നു തുടങ്ങും. ആ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലെ സവാളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ട് ആ സവാളയുടെ ചെറിയൊരു നിറം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ വഴണ്ടി വരുന്നതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചക്കുത്തൊക്കെ മാറി അതിനകത്തേക്ക് ചേർന്ന് കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്നതാണ്, അതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് കൂടുതലും പുതിനയില മല്ലിയിലയുടെ അത്രയും വേണ്ട ചേർത്ത് കൊടുക്കുക. ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ആ കറിയിലേക്ക് ചേരുന്ന വരെ ഒന്ന് വേവിച്ച് കൊടുക്കണം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിരുന്നു, അത് ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. നിങ്ങളൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റി കൊടുക്കുക. സമയത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ഗരം മസാല തന്നെയാണ്. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി പൊടിച്ചൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള പ്രോൺസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേവിക്കാത്ത പ്രോൺസ് ആണ് എടുക്കണമെങ്കിൽ ഈ മസാലയിലിട്ട് നല്ലതായിട്ട് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന ഒരു മിക്സാണിത്. അത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മിക്സ് ഏത് ബിരിയാണിയിൽ ചേർത്താലും ആ ബിരിയാണി മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചിക്കൻ മസാല പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും പ്രോൺസ് ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ച് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇവിടെ ഞാൻ വേവിച്ച പ്രോൺസ് ആയതുകൊണ്ട് ഒരു 3-4 മിനിറ്റിനകം എനിക്ക് മസാല റെഡിയായി കിട്ടും. നിങ്ങളുടെ പ്രോൺസിൻ്റെ വേവിനനുസരിച്ച് അത് വേവിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളം പോരെന്ന് തോന്നുവാണെങ്കിൽ ഒരു ഇത്തിരി തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്താലും മതി. ചെറിയ ചൂടുവെള്ളം യൂസ് ചെയ്യുക. അപ്പോൾ അത് ആ റൈറ്റ് കൺസിസ്റ്റൻസിൽ നമ്മുടെ മസാല റെഡി ആയിട്ട് കിട്ടും. ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ച് കൊടുക്കുക. 2-3 മിനിറ്റോളം അടച്ചു വെച്ചാൽ മതിയാവും. പ്രോൺ മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറിയ നേർത്തായിട്ട് അരിഞ്ഞിട്ട് അത് എണ്ണയിലിട്ട് വറുത്ത് മാറ്റി വയ്ക്കണം. ഗാർണിഷിങ്ങിനായിട്ട് ഉപയോഗിക്കാനാണ്. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും എണ്ണയിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. വേണമെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഫ്രൈ ചെയ്ത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇപ്പം നമ്മളിനി പ്രോൺ മസാലയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗീ റൈസ് ലെയർ ചെയ്യുകയാണ്. ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഒരു ലെയറോളം മതിയാവും. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗീ റൈസ് മുഴുവനും പ്രോൺ മസാലയുടെ മുകളിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കലക്കി അത് തളിച്ചു കൊടുക്കുക ഒരു മഞ്ഞ കളർ കിട്ടാനായിട്ട്. അതിൻ്റെ കൂടെ പൈനാപ്പിൾ എസൻസ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊന്നും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഗരം മസാലയും കൂടെ തൂവി കൊടുക്കുക അതിൻ്റെ പൊക്കത്തിലേക്ക്. വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യും കൂടെ തൂവി കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഗാർണിഷ് ചെയ്തു. നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിഡ് കൊണ്ട് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം
ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളൊരു ദോശത്തവയുടെ മുകളിൽ വെച്ചിട്ടായിരിക്കണം ഇങ്ങനെ വേവിച്ചെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ടൈറ്റ് ലിഡ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം ഈ ലിഡ് വെച്ച് അടച്ചു കൊടുക്കാൻ. നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയെടുക്കുന്ന വളരെ രുചികരമായിട്ടുള്ള പ്രോൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പ്രോൺസ് നമുക്കറിയാലോ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിലൊരു ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. റെസിപ്പീസൊക്കെ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒത്തിരിയധികം നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.